സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ PSC പരീക്ഷകൾക്ക് ആദ്യമായിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ മുഴുവൻ ക്വസ്റ്റ്യൻസും അറിഞ്ഞിരിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പാക് കടലിടുക്ക് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ, ശ്രീലങ്ക. ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത്? ആവി എഞ്ചിൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് വാട്ടാണ്. ജെയിംസ് വാട്ടാണ് ആവി എഞ്ചിൻ കണ്ടുപിടിച്ചത്. ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചെരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്? ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചെരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത്? ഫൊൻ ആണ്. ഫൊൻ. ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചെരിവിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫൊൻ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഏത്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഏത്? ഗോതമ്പാണ്. ഗോതമ്പാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖാരിഫ് വിള ഏത് എന്ന് കമന്റ് ചെയ്യുക. ഖാരിഫ് വിള. അടുത്ത ചോദ്യം, ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്ന അവയവം? ഹാഷിമോട്ടോ ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെയാണ്. ഹാഷിമോട്ടോ ബാധിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയെയാണ്. ആദ്യമായി ഒളിമ്പിക് നാളം ഏത് വർഷമാണ് തെളിയിച്ചത്? ആദ്യമായിട്ട് ഒളിമ്പിക് നാളം തെളിയിച്ച വർഷം 1928. 1928 ആംസ്റ്റർഡാമിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക് നാളം തെളിയിച്ചത്. 1928 ആംസ്റ്റർഡാമിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക് നാളം തെളിയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ട വർഷം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത് 1896. 1896 കൊൽക്കത്ത സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത്. അപ്പോൾ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ കൊൽക്കത്ത സമ്മേളനമാണ്. ഏത് വർഷമാണ്? 1896. ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം? ഇന്ത്യയുമായിട്ട് നാവികമാർഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം പോർച്ചുഗലാണ്. പോർച്ചുഗൽ. അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകം ഏത്? അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ. ഏറ്റവും വലിയ ധമനി ഏത്? ഏറ്റവും വലിയ ധമനി ഏതാണ്? അയോർട്ടയാണ്. അയോർട്ടയാണ് ഏറ്റവും വലിയ ധമനി. അയോർട്ട. നിലവിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏത്? നിലവിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ്. ലഡാക്ക്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്ര? സംസ്ഥാനങ്ങൾ എത്രയാണ്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ജ്ഞാനപീഠത്തിന് അർഹനായ ആദ്യ വനിത ആര്? ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്. ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ ആശാപൂർണ ദേവി. മൈദാമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? മൈദാമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ഗ്ലൂട്ടൻ ആണ്. ഗ്ലൂട്ടൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ? ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഏതാണ്? ഡൽഹി മെട്രോയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ പേ വിഷവിമുക്ത സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ പേ വിഷവിമുക്ത സംസ്ഥാനം ഗോവയാണ്. ഗോവ. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ധരാതലീയ ഭൂപടങ്ങളിലെ ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് പാർപ്പിടങ്ങളെയും റോഡുകളെയുമാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് പാർപ്പിടങ്ങളെയും റോഡുകളെയുമാണ്.
പാകിസ്ഥാനിലെ മോഹൻജോദാരോയിൽ നടന്ന ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആര്? പാകിസ്ഥാനിലെ മോഹൻജോദാരോയിൽ നടന്ന ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് R.D. ബാനർജിയാണ്. R.D. ബാനർജി. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ഡാഷ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെന്റ്. ഡാഷ് ഒപ്പുവെക്കുന്നതോടെ ബിൽ നിയമമായി മാറുന്നു. ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നത്? രാഷ്ട്രപതി. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതിലൂടെയാണ് ഒരു ബില്ല് അത് നിയമമായിട്ട് മാറുന്നത്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭ. ഉജ്ജിനി തണ്ണീർത്തടാകം ഏത് സംസ്ഥാനത്താണ്? ഉജ്ജിനി തണ്ണീർത്തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? മഹാരാഷ്ട്രയാണ്. ഉജ്ജിനി തണ്ണീർത്തടാകം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര്? തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി. നെല്ലിക്കാംപെട്ടി ഏതാണ്? തേക്കടി വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് അറിയപ്പെട്ടത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം ഏതാണ്? കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് ആണ്. കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്ന കാൽഷ്യം സംയുക്തം. കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്. വാഷിംഗ് മെഷീനിന്റെ പ്രവർത്തന തത്വം. വാഷിംഗ് മെഷീനിന്റെ പ്രവർത്തന തത്വം ഏതാണ്? അപകേന്ദ്ര ബലമാണ്. അപകേന്ദ്ര ബലമാണ് വാഷിംഗ് മെഷീനിന്റെ പ്രവർത്തന തത്വം. അപകേന്ദ്ര ബലം. വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? കമ്മ്യൂട്ടേറ്റർ ആണ്. കമ്മ്യൂട്ടേറ്റർ ആണ് വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ലോകത്തിലെ ആദ്യ ബഹിരാകാശ നിലയം. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം ഏത്? സല്യൂട്ട് 1 ആണ്. സല്യൂട്ട് 1 ആണ് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം. സല്യൂട്ട് 1. ബേസൽ മെറ്റാബോളിക് റേറ്റ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ബേസൽ മെറ്റാബോളിക് റേറ്റ് നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ ആണ്. T4. ബേസൽ മെറ്റാബോളിക് റേറ്റ് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ. ഡോർ ലെൻസ് ആയി ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ഡോർ ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് ആണ് ഡോർ ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കോൺകേവ് ലെൻസ്. രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണുകൾ ഏതെല്ലാം? രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണുകളാണ് കാൽസിട്ടോണിനും പാരാത്തോർമോണും. കാൽസിട്ടോണിൻ, പാരാത്തോർമോൺ എന്നീ ഹോർമോണുകൾ രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കാൽസിട്ടോണിൻ, പാരാത്തോർമോൺ. പക്കൂയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? പക്കൂയി ടൈഗർ റിസർവ് അരുണാചൽ പ്രദേശിലാണ്. പക്കൂയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ആര്? ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. GST കൗൺസിലിന്റെ ആസ്ഥാനം. GST കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. GST കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ. കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത. കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ആരായിരുന്നു? ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏതാണ്? ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന
കേരളത്തിലെ കായൽ ഏത്? ആശ്രാമം കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ. മനുഷ്യനിർമ്മിത പെട്രോൾ ആയിട്ട് ഉപയോഗിക്കുന്നത്, മനുഷ്യനിർമ്മിത പെട്രോൾ ഹൈഡ്രജൻ ആണ്. മനുഷ്യനിർമ്മിത പെട്രോൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്ന പ്രതിഭാസം. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിലെ ചൂട് നിലനിർത്തുന്നത് ഭൗമവികിരണമാണ്. ഭൗമവികിരണം. ആധുനിക ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? ആധുനിക ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് എം വിശ്വേശ്വരയ്യയാണ്. എം വിശ്വേശ്വരയ്യ. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത ആര്? ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. ഐറ്റം അറബിക്കടലിൽ തള്ളണമെന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഐറ്റം അറബിക്കടലിൽ തള്ളണം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാനായിട്ട് ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവം. നളചരിതമാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആര്? നളചരിതമാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി. വടക്കു കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേര്. വടക്കു കിഴക്കൻ മൺസൂണിന്റെ മറ്റൊരു പേരാണ് തുലാവർഷം. വടക്കു കിഴക്കു മൺസൂൺ, തുലാവർഷം. നീതി ആയോഗ് എന്നതിൻ്റെ പൂർണ്ണരൂപം നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗ് എന്നതിൻ്റെ പൂർണ്ണരൂപം. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ജാർഖണ്ഡാണ്. ജാർഖണ്ഡ്. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ഉപരിസഭ എന്നറിയപ്പെടുന്നത് എന്താണ്? രാജ്യസഭയാണ്. ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏത്? ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് ഏത്? സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റാണ് അഗ്നിബാൺ. ഏത് റോക്കറ്റ്? അഗ്നിബാൺ. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് അഗ്നിബാൺ. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏത്? ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനം. അന്താരാഷ്ട്ര കടുവാ ദിനം. അന്താരാഷ്ട്ര കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 29 ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനമായിട്ട് ആചരിക്കുന്നു. ഗോൾഡൻ ത്രഷോൾഡ് ആരുടെ രചനയാണ്? ഗോൾഡൻ ത്രഷോൾഡ് സരോജിനി നായിഡുവിൻ്റെ രചനയാണ്. സരോജിനി നായിഡു. കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിൽ ആകെ നദികൾ എത്ര എന്ന് ചോദിച്ചാൽ 44. അതിൽ 41 നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നു, 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ. വ്യക്തമായിട്ട് വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ. ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക ഹിന്ദി ദിനം ജനുവരി 10. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ. കേരളത്തിന്റെ കിരീടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ല ഏത്? കേരളത്തിന്റെ കിരീടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്
കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയാണ് കേരളത്തിന്റെ കിരീടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ല. ആരുടെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്? ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 1. ആരുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്? ബിധൻ ചന്ദ്ര റോയ്, BC റോയുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. പ്രശസ്ത ഭിഷുങ്കരനും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്നു ബിധൻ ചന്ദ്ര റോയ്, BC റോയ്. ആരുടെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്? BC റോയുടേതാണ്. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം ഏത്? കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്നത് അക്വസ് ദ്രവമാണ്. അക്വസ് ദ്രവം. ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിന്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ? ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിന്റെ 20% പ്രോട്ടീൻ. 20%. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന ലഘു ഘടകങ്ങൾ. പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന ലഘു ഘടകങ്ങളാണ് അമിനോ ആസിഡുകൾ. അമിനോ ആസിഡുകൾ. ജന്തുക്കളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണം? ജന്തുക്കളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണം ബാക്ടീരിയയാണ്. ബാക്ടീരിയ. സ്വത്തവകാശം ഇപ്പോൾ ഏതുതരം അവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. നിയമാവകാശം. ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16. ജനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നു. ജനുവരി 16. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? നിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. അയർലൻഡ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാർ നദിയിലാണ്. പെരിയാർ. രാത്രികാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ കുറവുമായ ഹോർമോൺ ഏത്? രാത്രികാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ കുറവുമായ ഹോർമോൺ ഏതാണ്? മെലാട്ടോണിനാണ്. മെലാട്ടോണിൻ. ചെറുധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? ചെറുധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാൻ. ഏത് വർഷമാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് 2023. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ കൃതിയാണ്? ഖസാക്കിന്റെ ഇതിഹാസം OV വിജയന്റെ കൃതിയാണ്. OV വിജയൻ. ഇന്ത്യയുടെ സൗരദൗത്യം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഇന്ത്യയുടെ സൗരദൗത്യമാണ് ആദിത്യ L1. ആദിത്യ L1. ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. പാമീർ പീഠഭൂമി. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ എക്കൽ നിക്ഷേപം വഴി രൂപപ്പെട്ട സമതലം ഏത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ എക്കൽ നിക്ഷേപം വഴി രൂപപ്പെട്ട സമതലം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം. ഉത്തരായന രേഖയ്ക്ക് വടക്കു ഭാഗത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏത്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് വടക്കു ഭാഗത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥയാണ് മിതോഷ്ണ കാലാവസ്ഥ. മിതോഷ്ണ കാലാവസ്ഥ. ഏറ്റവും പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമായ മടക്കു പർവ്വതനിര ഏത്? ഏറ്റവും പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമായ മടക്കു പർവ്വതനിരയാണ് ഹിമാലയം. ഹിമാലയം. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന നിര ഏത്? ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് സിവാലിക് ആണ്. സിവാലിക്. ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്നതോ? ലെസർ ഹിമാലയ ഹിമാചലാണ്. ഔട്ടർ ഹിമാലയ സിവാലിക്, ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാചൽ. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ രചിച്ചത് ആര്? ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നീ കൃതികൾ അൽത്താഫ് ഹുസൈൻ ഹാലിയാണ്. അൽത്താഫ് ഹുസൈൻ ഹാലി രചിച്ചതാണ് ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നിവ. പഴശ്ശിരാജയെക്കുറിച്ചുള്ള കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര്? പഴശ്ശിരാജയെക്കുറിച്ചുള്ള കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ.
ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റുകൾ അധികമായാൽ അവ ഏത് രൂപത്തിലാണ് സംഭരിക്കപ്പെടുന്നത്? ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റുകൾ അധികമായാൽ അവ സംഭരിക്കപ്പെടുന്നത് കൊഴുപ്പ് രൂപത്തിലാണ്. കൊഴുപ്പ്. അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പരിശോധന ഏത്? അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പരിശോധന അയഡിൻ ടെസ്റ്റ് ആണ്. അയഡിൻ ടെസ്റ്റ്. അനുശീലൻ സമിതിയുടെ പ്രവർത്തനം എവിടെയായിരുന്നു? അനുശീലൻ സമിതിയുടെ പ്രവർത്തനം ബംഗാളിലാണ്. ബംഗാൾ. അനുശീലൻ സമിതിയുടെ പ്രവർത്തനം ബംഗാൾ. ഭാരത് മാതാ അസോസിയേഷൻ പ്രവർത്തിച്ചിരുന്ന സ്ഥലം ഏതാണ്? ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിലായിരുന്നു. മദ്രാസ്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് അനുച്ഛേദമായിട്ടാണ്? മൗലിക കർത്തവ്യങ്ങൾ 51A ആണ്. 51A. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? 51A ആണ്. 51A. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31-നാണ്. 1992 ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. തിരുവിതാംകൂറിൽ ആദ്യ ആധുനിക സെൻസസ് നടന്ന വർഷം? തിരുവിതാംകൂറിലെ ആദ്യ ആധുനിക സെൻസസ് നടന്നത് 1875-ലാണ്. 1875. സസ്യജാലങ്ങളെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന കാറ്റ്? സസ്യജാലങ്ങളെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന കാറ്റ് മിസ്ട്രൽ. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളേവ? ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന കൃത്രിമോപഗ്രഹങ്ങളാണ് ഭൗമസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൗമസ്ഥിര ഉപഗ്രഹങ്ങൾ. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളേവ? ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്നത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. കുതിരകളെക്കുറിച്ചുള്ള പഠനം? കുതിരകളെക്കുറിച്ചുള്ള പഠനം ഹിപ്പോളജി. കുതിരകളെക്കുറിച്ചുള്ള പഠനമാണ് ഹിപ്പോളജി. സാന്തോപ്രോട്ടിക് ടെസ്റ്റ്. സാന്തോപ്രോട്ടിക് ടെസ്റ്റ് ആഹാരത്തിൽ എന്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനാണ് സഹായിക്കുന്നത്? സാന്തോപ്രോട്ടിക് ടെസ്റ്റ് മാംസ്യത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ടാണ് സഹായിക്കുന്നത്. മാംസ്യം. ടെസ്റ്റിൻ്റെ പേര് സാന്തോപ്രോട്ടിക് ടെസ്റ്റ്. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം? യോഗക്ഷേമ സഭ 1908-ലാണ്. 1908. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം ഏത്? ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം മെർക്കുറിയാണ്. മെർക്കുറി. അവസാനത്തെ ചോദ്യം, മൃദുല ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത്? മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സോഡിയം, പൊട്ടാസ്യം. സോഡിയം, പൊട്ടാസ്യം എന്നിവയാണ് മൃദുലോഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.